യൂത്ത് കോൺഗ്രസ് അക്രമത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയല്ലെന്നും അനാവശ്യ വിവാദങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസിനെ വലിച്ചിഴക്കരുതെന്നും അത്തരം സമീപനം തുടർന്നാൽ അതിനെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസിനെ അറിയാമെന്നും വിജിൽ മോഹനൻ കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠപുരം നഗരസഭയിലെ എക്സ്പോസീവ് മാഗസിൻ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച കൗൺസിലർ വാർത്താ സമ്മേളനം നടത്താൻ യൂത്ത് കോൺഗ്രസ് അനുവദിച്ചില്ല എന്ന പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ വിജിൽ മോഹനൻ. ശ്രീകണ്ഠപുരം നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ വിഘടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിനെ വലിച്ചിഴക്കുന്ന സമീപനം ഒരു കൗൺസിലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായും വാർത്താ സമ്മേളനം നടത്താൻ അനുവദിച്ചില്ലെന്നും ആക്രമിക്കാൻ ഒരുങ്ങിയതായും വന്ന പ്രചരണങ്ങൾ ശരിയല്ല. ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് അക്രമത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയല്ലെന്നും അനാവശ്യ വിവാദങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസിനെ വലിച്ചിഴക്കരുതെന്നും ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസിന് അറിയാമെന്നും ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലറും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ വിജിൽ മോഹനൻ പറഞ്ഞു. ഇന്നലെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഒരു അജണ്ടയുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളിൽ അനാവശ്യമായി യൂത്ത് കോൺഗ്രസിനെ വലിച്ചഴക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. ഒരു കൗൺസിലർ അദ്ദേഹത്തിന്റെ എന്തോ ബാഹ്യ ഇടപെടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള അവബോധത്തെക്കുറിച്ചോ കൊണ്ടോ അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയും കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഒക്കെ ഉണ്ടായി. പക്ഷെ അതിലേക്ക് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്താൻ വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകൾ അദ്ദേഹത്തെ തടഞ്ഞു വന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞു വന്നു എന്ന രീതിയിലുള്ള ഒരു വ്യാജ വാർത്ത അദ്ദേഹം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് കൊടുത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലുകളും നടത്തിയിട്ടില്ല. വളരെ മാന്യമായ രീതിയിൽ പാർട്ടി പറയുന്ന നിലപാടുകൾ, പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നിർത്തിക്കൊണ്ട് തികച്ചും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് നഗരസഭ മുന്നോട്ട് വെക്കുന്ന ജനകീയ പ്രവർത്തനങ്ങൾ, ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നൽകിയിട്ടുള്ളത്. അല്ലാതെ ആ പത്രസമ്മേളനത്തിന് വന്ന വ്യക്തിയെ തടയുവാനോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ പിന്തിരിപ്പിക്കുവാനോ ഒരു ഫോൺ കോളിൽ പോലും ഞങ്ങൾ ആരും അദ്ദേഹത്തെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഏത് തരത്തിലാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകൾ എന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ തടഞ്ഞു എന്നും പറഞ്ഞത് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരതക്കുറവുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. നഗരസഭാ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം, ഈ എക്സ്പ്ലോസീവ് മാഗസിൻ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ലൈസൻസിന്റെ വിഷയം വരുമ്പോൾ അതിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി നിയമിക്കുകയാണ് നഗരസഭാ കൗൺസിൽ ചെയ്തിട്ടുള്ളത്. ആ സബ് കമ്മിറ്റിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മെമ്പറാണ്. ഞങ്ങളത് വളരെ നല്ല രീതിയിൽ അവിടെയുള്ള ജനങ്ങളെ പോയി കണ്ട്, അവിടെയുള്ള പ്രദേശവാസികളെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഉടമയെ, മറ്റ് ആ സമീപ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെ നേരിൽ പോയി കണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രകൃതിക്കോ മനുഷ്യനോ ദോഷം വരുന്നതാണ് ഈ പദ്ധതി എങ്കിൽ അതിനെ തടയിടുവാനും, ഇനി അല്ല പുതിയൊരു ബിസിനസ് സംരംഭം നമ്മുടെ നഗരസഭയിൽ ആരംഭിക്കുമ്പോൾ അത് ഗുണകരമായ രീതിയിൽ, നാടിന്റെ വളർച്ചയ്ക്ക് ഗുണകരമായ രീതിയിൽ, ജനങ്ങൾക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ വരുന്ന ഏത് ബിസിനസ് സംരംഭത്തെയും സ്വാഗതം ചെയ്യുവാനും നഗരസഭ തയ്യാറാണ്. അപ്പോൾ വളരെ ഫേവറബിൾ ആയ, പക്ഷപാതം ഇല്ലാത്ത ഒരു അന്വേഷണം നടത്തി അതിന് മാന്യമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ കമ്മിറ്റി നൽകും. യൂത്ത് കോൺഗ്രസിനെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രമിക്കരുത്. ഇനി അത്തരത്തിലേക്കുള്ള ശ്രമങ്ങൾ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും യൂത്ത് കോൺഗ്രസിന് അറിയാം എന്ന് മാത്രം സൂചിപ്പിക്കും.